Students, this video, uh, let's have an understanding of the concept called elasticity. നിങ്ങൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഈ ഒരു കോണ്ടക്സ്റ്റിൽ മാത്രം ഉണ്ടാകുന്നത് ഒരുപക്ഷെ പല കോണ്ടക്സ്റ്റിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് നമ്മൾ പലപ്പോഴും ഈ ഒരു ഒരു പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ആണ്, അതിൻ്റെ അതിൽ ഇലാസ്റ്റിസിറ്റി എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി. അതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് അത് നമ്മൾ കയ്യിലെടുത്തു, അത് നമ്മളിങ്ങനെ പുള്ളിയിരുന്നു. അപ്പോഴത്തേക്ക് അത് എത്രമാത്രം നമുക്കത് വലിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഒരു നോർമൽ ഫ്ലെക്സിബിലിറ്റിയാണ്. പക്ഷെ ഒരു പർട്ടിക്കുലർ റേഞ്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് പൊട്ടും, അല്ലെങ്കിൽ അത് പിന്നീട് ഫർദറായിട്ട് നമുക്കത് വലിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് അതിൻ്റെ. അപ്പോൾ എത്രമാത്രം ചേഞ്ച് അതിൽ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ എത്രമാത്രം അത് ഫ്ലെക്സിബിളാണ്, അതിൻ്റെ ആ ചേഞ്ച് എത്രമാത്രം, അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി, ആ ഒരു ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ആ ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരുപാട് നമുക്കറിയാം ഈ റബ്ബർ പ്രോഡക്ട്സ്, അതൊക്കെ ഒരുപാട് റബ്ബർ പ്രോഡക്റ്റുകളെല്ലാം ഫ്ലെക്സിബിളാണ്. ആ ഫ്ലെക്സിബിലിറ്റി പലതിനും ഇപ്പോൾ ടയറിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ വളരെ കുറച്ചായിരിക്കും. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ട് മറ്റ് പല റബ്ബർ പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി പലതാണ്. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും ഓരോ ഫ്ലെക്സിബിലിറ്റിയാണ്. ഒരേ മെറ്റീരിയൽ ഒന്നാണെങ്കിൽ പോലും അതിൻ്റെ കോമ്പോണൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ മിക്സിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുമൂലം അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതേ ഇത് തന്നെ നമ്മുടെ ഡിമാൻഡ് കൺസെപ്റ്റ്. ഡിമാൻഡിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി പറയുന്നു. അപ്പോൾ ഡിമാൻഡിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി പല ലെവലായിരിക്കും. ചില ചില കോണ്ടക്സ്റ്റുകളിൽ വളരെ അധികം ഫ്ലെക്സിബിൾ ആയിരിക്കും, വളരെ കൂടിയൊരു ചേഞ്ച് ആയിരിക്കും. പക്ഷേ വേറെ ചില കോണ്ടക്സ്റ്റുകളിൽ എന്തായിരിക്കും, അത് വളരെ കുറഞ്ഞൊരു ചേഞ്ച് മാത്രമേ ഈ ഇത് കാണുള്ളൂ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പഠിക്കുന്നത്. എത്രമാത്രം ഡിമാൻഡ് ഓരോ കോണ്ടക്സ്റ്റിലും അത് ചേഞ്ച് ചെയ്യുന്നു, അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് പറയാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ it is a degree of the responsiveness of quantity demanded of a commodity to a change in its price, income of the consumer, price of related commodities, and change in other factors determining demand. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നു, എന്തിൻ്റെ ഫലമായിട്ട്? പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടും, ഇൻകത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടും, പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് കമ്മോഡിറ്റീസിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടും, അതേപോലെ മറ്റ് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ടും എത്രമാത്രം മാറ്റം, ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ എത്രയായിരിക്കും ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം, പ്രൈസ് കുറയുമ്പോൾ എത്രയായിരിക്കും ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം. പല പ്രോഡക്റ്റിനും പല മാറ്റമായിരിക്കും, അല്ലെങ്കിൽ ഒരേ പ്രോഡക്റ്റ് തന്നെ പല മാർക്കറ്റിലും പല ചേഞ്ച് ആയിരിക്കും അതിലുണ്ടാകുന്നത്, അതിൻ്റെ ഒരു കൺസംഷനിലുണ്ടാകുന്നത്. ഇപ്പം ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സൊസൈറ്റി, അവിടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഒരുപാട് സെല് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ പ്രൈസിൽ ചെറിയൊരു കുറവുണ്ടാകുമ്പോൾ തന്നെ അത് വാങ്ങുവാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ആ ഡിമാൻഡ് പെട്ടെന്ന് കുറഞ്ഞു.
ഒരു ഡിസ്കൗണ്ട് സെയിൽ, ലക്ഷൂറിയസ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അത് വാങ്ങുവാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാൻ കപ്പാസിറ്റി. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻ, ചെറിയൊരു കുറവ്, അതിൻ്റെ ഡിമാൻഡ് കാര്യമായിട്ട് വർദ്ധിപ്പിക്കും. അതേപോലെ അതിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഡിമാൻഡ് കാര്യമായിട്ട് കുറയാനും അത് ചാൻസ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം, ഇഫ് ദ സെയിം പ്രോഡക്റ്റ് ഈസ് സെല്ലിംഗ് ഇൻ എ പോർ കമ്മ്യൂണിറ്റി, ഒരു പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ഒരു എക്കോണമിയിൽ, അങ്ങനെയുള്ള ഒരു ലൊക്കാലിറ്റിയിൽ ഈ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്കായിട്ട് വരും. അപ്പോൾ അവിടെ അതിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് കാര്യമായിട്ടുള്ളൊരു ഡിമാൻഡ് വർധനവ് അതിൽ വരുത്തുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്തായിരിക്കും, അപ്പോൾ അവിടെ അവർക്ക് എത്ര പ്രൈസ് കുറച്ചാലും അത് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻകം കപ്പാസിറ്റി അവരെ സംബന്ധിച്ച് ഇല്ല. അപ്പം അതിൽ കാര്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് വർധനവ് അതുമൂലം ഉണ്ടാകുന്നില്ല. അപ്പം അത് ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റ്. പ്രൈസിൽ എത്ര വേരിയേഷൻ വന്നിട്ടും അവിടെ ഡിമാൻഡിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻ വരുന്നില്ല. പ്രൈസ് എത്ര കുറഞ്ഞിട്ടും ഡിമാൻഡ് കാര്യമായിട്ട് അവിടെ കുറയുന്നു. നേരെ മറിച്ച് ഫസ്റ്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറഞ്ഞത് അവിടെ പ്രൈസിലുണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് ഡിമാൻഡിൽ അവിടെ കാര്യമായിട്ടുള്ളൊരു വർധനവ് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊരു ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, വളരെ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ചേഞ്ചാണ് ഡിമാൻഡിൽ വരുന്നത്. ദാറ്റ് ഈസ് ഇലാസ്റ്റിക്. അപ്പം അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇൻകം മാറുന്നതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡ് എത്ര മാറും, അത് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതേപോലെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസിനുണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ എത്ര മാറും, അത് കോസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം അതെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കും. അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇത്രയാണ്, ഡിഗ്രി ഓഫ് ദ റെസ്പോൺസീവ്നെസ്, എത്രമാത്രം ഡിമാൻഡ് മാറുന്നു, എത്രമാത്രം ഡിമാൻഡ് വേരി ചെയ്യുന്നു. Responsiveness of quantity demanded of commodity to a change in its price, income, price of related commodities and other factors, change in other factors determining demand. Then coming to next slide, there are different types of elasticity of demand, and this classification is made based on the change in the factors determining demand. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കോണ്ടെക്സ്റ്റ്, പ്രൈസ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, അതിൻ്റെയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്, കോസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്, ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം അങ്ങനെയുള്ള കുറേ ഡിമാൻഡ് കൺസെപ്റ്റുകൾ നമ്മൾ ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കും. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. The price elasticity of demand is a degree of the responsiveness of quantity demanded of a commodity to a change in its price. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം. വില ഒരു 1% കണ്ട് മാറുമ്പോൾ ഡിമാൻഡിൽ എത്ര % കണ്ട് മാറ്റം ഉണ്ടാകും, അതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ നമ്മൾ ഒരു വെജിറ്റബിൾ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ മാർക്കറ്റിലേക്ക് നമ്മൾ പോകാം. അപ്പോൾ ഇന്ന് മേടിച്ചു 10 രൂപ, ഇന്ന് 30 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന പയർ നാളെ 40 രൂപയാവും. അപ്പം നമ്മൾ എത്ര ഇന്നലെ മേടിച്ച അതേ ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങണം. അപ്പോൾ ചിലപ്പം എന്തായിരിക്കും അതിൻ്റെ ഒരു ചെറിയ ഒരു കുറച്ച് ശതമാനം അതിൻ്റെ വാങ്ങുന്നത്. ഇപ്പോൾ ഇന്നലെ 30 രൂപയ്ക്ക് നമ്മളൊരു 2 കിലോ വാങ്ങും. നാളെ നമ്മൾ വീണ്ടും മാർക്കറ്റിൽ പോവാം, ഇതിൻ്റെ വില 30 എന്നുള്ളത് 40 രൂപയായി. അപ്പോൾ അതേ പ്രോഡക്റ്റ് നമ്മൾ ഈ പറയുന്ന 2 കിലോ അപ്പോൾ നമ്മൾ വാങ്ങാനുള്ള ചാൻസ് കുറവായി, കാരണം ടെൻഡൻസി കുറവാണ്, കാരണം അതിൻ്റെ പ്രൈസ് കൂടി. അപ്പം അതിൽ എത്രമാത്രം ആ ഡിമാൻഡ് നമ്മൾ കുറയ്ക്കുന്നു, അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലാസ്റ്റിസിറ്റി. അതേപോലെ ഇപ്പോൾ പ്രൈസ് 30-ൽ നിന്ന് 20 ആയിട്ട് കൂടി, നമ്മൾ 2 കിലോ വാങ്ങിച്ചെടുത്ത് നമ്മൾ ചിലപ്പോൾ 3 കിലോ വാങ്ങിക്കും, ചിലപ്പോൾ 4 കിലോ വാങ്ങിക്കും, ചിലപ്പോൾ 5 കിലോ അടുത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമുക്കതിൻ്റെ ആ മാർക്കറ്റ് കണ്ടീഷനാണ്. അതാണ് നമ്മൾ ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു രീതി ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പം പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ അതാണ് ആ ഒരു ഇക്വേഷൻ ഫോമിൽ അവിടെ കൊടുത്തിരിക്കുന്നത്.
ഇത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. അപ്പം അതിനെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസിൽ, ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെ പ്രൈസിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ. അപ്പോൾ അതിൽ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് P/Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദാറ്റ് ഈസ് ഇ പി എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ Q ബൈ ഡെൽറ്റ Q ബൈ Q. ഈ ഡെൽറ്റ Q ബൈ Q എന്ന് പറയുന്നതാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി. Q എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റിയാണ്. ഡെൽറ്റ P എന്ന് പറയുമ്പോൾ എന്താണ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഡെൽറ്റ Q എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ്. Q എന്ന് പറയുമ്പോൾ ഒറിജിനൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡെൽറ്റ P എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ചേഞ്ച് ഇൻ പ്രൈസ്. P എന്ന് പറയുമ്പോൾ ഒറിജിനൽ പ്രൈസ്. അപ്പം ഡെൽറ്റ Q ബൈ Q എന്ന് പറയുമ്പോഴത്തേനും എന്തായിരിക്കും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡെൽറ്റ P ബൈ P എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. അതിനെ ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഈ ഒരു ഫോമിൽ നമുക്ക് എഴുതാം. ഡെൽറ്റ Q ബൈ Q ഇൻറ്റു P ബൈ ഡെൽറ്റ P. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, അതിനെ ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, ആദ്യം ഡിവിഷനാണ്. ഇതിനെ ആദ്യത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ Q ബൈ Q ഇൻറ്റു ആദ്യം ഡിവിഷൻ ആയിരുന്നു ഇൻറ്റു P ബൈ ഡെൽറ്റ P. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ ദാറ്റ് ഈസ് P ബൈ Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. ദാറ്റ് ഈസ് P by Q ഇൻറ്റു ഡെൽറ്റ P ബൈ ഡെൽറ്റ Q ബൈ ഡെൽറ്റ. ഓക്കെ, അപ്പം ദ കോഎഫിഷ്യന്റ് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, നോർമലി ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് വാല്യൂ. ഒരു നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്കത് കിട്ടുന്നത് സാധാരണ. ഇതിൻ്റെ ഒരു കോഎഫിഷ്യന്റ് വാല്യൂ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് P by Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P. അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ പ്രൈസ് കൂടുമ്പം ഡിമാൻഡ് സാധാരണ കുറയുകയാണ് ചെയ്യുക. പ്രൈസ് കുറയുമ്പം ഡിമാൻഡ് സാധാരണ കൂടുകയാണ് ചെയ്യുക. ഇപ്പൊ രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് രണ്ടും മൂവ് ചെയ്യുന്നത്. ഈ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടും. കോഎഫിഷ്യന്റ് വാല്യൂ എപ്പോഴും ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക്. പക്ഷേ നമ്മൾ നമ്മുടെ യൂസേജിനായിട്ട് വി ജസ്റ്റ് ഇഗ്നോർ ദ നെഗറ്റീവ് സൈൻ. നമ്മളവിടെ നമ്മളായ ഒരു നെഗറ്റീവ് സൈൻ നമ്മളവിടെ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ ഒരു എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഇതിലായിരിക്കും നമുക്ക് ആ ഒരു വാല്യൂ എക്സ്പ്രസ് ചെയ്യപ്പെടും. അപ്പം നോർമലി ദ കോഎഫിഷ്യന്റ് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വേരീസ് ബിറ്റ്വീൻ 0 to ഇൻഫിനിറ്റി. 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളവിടെ ആ നെഗറ്റീവ് സൈൻ ഇടുക. നെഗറ്റീവ് ഇല്ല, അപ്പം ബാക്കിയുള്ള ആ ഒരു എല്ലാം നമ്മളൊരു പോസിറ്റീവ് സൈൻ ഇതിലാണ് നമ്മളത് എടുക്കുന്നത്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ഈ നോർമൽ ഇതാ കോഎഫിഷ്യന്റ് വാല്യൂ വേരീസ് ബിറ്റ്വീൻ 0 to ഇൻഫിനിറ്റി. ഒന്നുകൂടി പറയാം, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് is a degree of the responsiveness of quantity demand of commodity to change in its price elasticity of demand. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു ഇത് എന്താണ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ പെർസെൻറ്റേജ് ചേഞ്ച് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0 to ഇൻഫിനിറ്റി. അപ്പോൾ അതാണ് അത് ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി കൈൻഡ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്.
പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബേസ്ഡ് ഓൺ ദി ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ആ കോഎഫിഷ്യൻ വാല്യൂ ഉണ്ടല്ലോ 0 to infinity എന്ന് പറഞ്ഞു. അതിൻ്റെ വാല്യൂ ബേസ്ഡ് നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 5 കൈൻഡ്സ് ഉണ്ട്, 5 ടൈപ്സ് അല്ലെങ്കിൽ 5 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇതെല്ലാം സെയിം ആണ്. അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ കൈൻഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പം ഡിമാൻഡ് ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് if change in price leads to an infinite change in the quantity demand. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു ഇൻഫിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അനന്തമായിട്ടുള്ള, പിന്നെ അത് നിൽക്കുകയില്ല, അനന്തമായിട്ടുള്ളൊരു മാറ്റം ഡിമാൻഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് വെച്ചാൽ അത്രയൊരു ഇലാസ്റ്റിസിറ്റിയുടെ എക്സ്ട്രീം ഫോമാണ്. അവിടെ ഇൻഫിനിറ്റ് ചേഞ്ച് ആണ്. പിന്നെ പ്രൈസ് ഒരു ചെറിയൊരു പോയിന്റ് മാറിയാൽ മതി, പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് അത്ര കണ്ടങ്ങ് വരും. ചെറിയൊരു പോയിന്റ് കൊണ്ട് ഡിമാൻഡ് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് അത്ര കണ്ട് സീറോയിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ആണ് ഇതിൻ്റെ അകത്ത്. ഓ എ സ്മോൾ റൈസ് ഇൻ പ്രൈസ് കോസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ടു ഫോൾ ടു സീറോ ആൻഡ് എ സ്മോൾ ഫോൾ ഇൻ പ്രൈസ് കോസസ് ആൻ ഇൻഫിനിറ്റ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് ആണ്. അപ്പൊ ഇൻഫിനിറ്റ് ഡിമാൻഡ് ആണ് അതിൻ്റെ ചേഞ്ച് ആണ് വരുന്നത്. ആൻഡ് അപ്പൊ ഈ ഒരു കേസിൽ ദ ഡിമാൻഡ് കർവ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ദ ഡിമാൻഡ് കർവ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അത് ഇറ്റ് വിൽ ബി പാരലൽ ടു ഹൊറിസോണ്ടൽ ആക്സിസ്. പാരലൽ ടു ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പോഴത്തേക്കും അവിടെ പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരികയില്ല. കാരണം പ്രൈസ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ ഇൻഫിനിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് പലപ്പോഴും എന്താണ്, ആ ഒരു സെയിം പ്രൈസ് തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് വരിക. അവിടെ പ്രൈസ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. അപ്പോൾ ആ ഫസ്റ്റ് കേസാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആവുന്ന സിറ്റുവേഷനിൽ ഡിമാൻഡ് കർവ് പാരലൽ ടു ഹൊറിസോണ്ടൽ ആക്സിസ്. ആ ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് നമുക്കിപ്പോൾ എക്സ് ആക്സിസിന് തുല്യമായിട്ട് അതിന് പാരലായിട്ട് അങ്ങ് പോവാണ്. പ്രൈസ് ചെറിയ മാറ്റം വന്നാൽ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് കേസ്. അപ്പോൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റിയുടെ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കോഎഫിഷ്യന്റ് വാല്യൂ വേരീസ് ബിറ്റ്വീൻ 0 to infinity എന്ന് പറയും. ഇവിടെ അതിൻ്റെ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. The second case, the opposite to perfectly elastic demand. The second one is perfectly inelastic demand. In the case of perfectly inelastic situation, the price is whatever the change in price that takes place, the demand is not going to change. Price എന്തൊക്കെ മാറ്റം വന്നാലും അവിടെ ഡിമാൻഡിൽ ഒരു മാറ്റവും വരിക. Demand always remains constant. It is not going to change. ഡിമാൻഡ് പ്രൈസ് എന്ത് കൂടുകയോ കുറയോ എന്തൊക്കെ ചെയ്താലും ഡിമാൻഡിൽ ഒരു മാറ്റവും വരില്ല. ഡിമാൻഡ് എപ്പോഴും അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ദാറ്റ് മീൻസ് ദ ഡിമാൻഡ് ഈസ് നോട്ട് റെസ്പോൺസീവ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡ് പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് പ്രൈസുമായിട്ട് യാതൊരു തരത്തിലും റിലേറ്റ് ചെയ്ത് വരുന്നില്ല. അത് എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ദർ ഇസ് നോ റെസ്പോൺസീവ്നെസ്, ഇറ്റ്സ് നോട്ട് റെസ്പോണ്ടിങ് ടു പ്രൈസ്. അപ്പം അതിൻ്റെ കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 0 ആയിരിക്കും. 0 ചേഞ്ച് അവിടെ വരുന്നത് ഡിമാൻഡിൽ. പ്രൈസ് ഒരു മാറ്റവും വരുത്തുന്നില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, വെർട്ടിക്കൽ ആയിരിക്കും. വെർട്ടിക്കലായിട്ടേ വരുള്ളൂ. അപ്പോൾ പാരലൽ ടു വെർട്ടിക്കൽ ആക്സിസാണ് വരിക. വൈ ആക്സിന് പാരലായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. അവിടെ പ്രൈസ് എത്ര കണ്ടത്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പ്രൈസിൽ ഡിമാൻഡ് എന്താണ്, ഇവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്തു, ഡിമാൻഡ് എന്താണ്, ഡിമാൻഡിൽ മാറ്റം ഉണ്ടോ? ഡിമാൻഡ് അപ്പോഴും അവിടെ തന്നെ. വീണ്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്തു, ഡിമാൻഡ് അപ്പോഴും മാറുന്നില്ല. വീണ്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അപ്പോഴും മാറുന്നില്ല. അതേ സാഹചര്യം തന്നെയാണ് പ്രൈസ് കുറയുവാണെങ്കിൽ. എത്ര കുറഞ്ഞാലും എന്താണ്,
പ്രൈസ് അവിടെ മാറുന്നില്ല. ഈവൻ വെൻ ദ കമ്മോഡിറ്റി പ്രൈസ് ഈസ് സീറോ ആയിരിക്കുമ്പോൾ പോലും ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ പ്രൈസ് ഇസ് നോട്ട് ആൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓർ അതിനെ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു യൂണിറ്റി എന്നും പറയും. ആ ഒരു അങ്ങനെയും പറയാം, യൂണിറ്ററി ഇലാസ്റ്റിക്. യൂണിറ്ററി ഇലാസ്റ്റിക്കിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത് ഒരു പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് രണ്ടിലും വരുന്നത്. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും സെയിം ആയിരിക്കും. The percentage change in quantity demanded will be equal to percentage change in price. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു, 1% പ്രൈസിൽ കുറവ് വന്നാൽ, പ്രൈസ് കുറയുമ്പോൾ എന്തായിരിക്കും? ഡിമാൻഡ് വർദ്ധിക്കും. അപ്പം 1% പ്രൈസ് കുറവ് വന്നാൽ 1% കണ്ട് ഡിമാൻഡ് വർദ്ധിക്കും. അതേപോലെ 1% കണ്ട് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ 1% കണ്ട് ഡിമാൻഡ് കുറയും. അപ്പൊ ഈക്വൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവിടെ വരുന്നത്. പ്രൈസിൽ 1% വർധന വരുമ്പോൾ ഡിമാൻഡും 1% കുറയും. പ്രൈസ് 1% കുറയുമ്പോൾ ഡിമാൻഡ് 1% കൂടും. അപ്പൊ ഈക്വൽ ചേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും ഇതിന്റെ ഒരു കോഎഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 1 ആയിരിക്കും. ഇപ്പൊ നമ്മള് ഒരു എന്താ പറയാ, നമ്മൾ ഒരു 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 കടയിൽ പോവാം, ഒരു ഫ്രൂട്ട്സ് കടയിൽ നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ കുറച്ച് എന്താണ് ഒരു ഓറഞ്ച് നമ്മൾ വാങ്ങാൻ പോവാം. ഇന്ന് നമ്മൾ ഒരു ഓറഞ്ചിന്റെ വില 100 രൂപയാണ് പറയുന്നത്. 1 കിലോയ്ക്ക് 100 രൂപയാണ് നമ്മൾ ഓറഞ്ച് വാങ്ങുന്നത്. ഓക്കെ, വേണ്ട, ഓക്കെ, നമ്മൾ ഒരു കിലോയ്ക്ക് 50 രൂപയാണ് നിശ്ചയിച്ചത്. അപ്പൊ 50 രൂപയ്ക്ക് നമ്മൾ ഒരു 2 കിലോ ഓറഞ്ച് നമ്മൾ വാങ്ങും. 2 കിലോ ഓറഞ്ച് നമ്മൾ വാങ്ങും. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും കടയിൽ പോകും. അന്ന് ചെന്നപ്പോഴത്തേക്ക് ഓറഞ്ചിന്റെ വില 100 രൂപയായിട്ട് കൂടി. 100 രൂപയായിട്ട് കൂടി. അപ്പൊ നമ്മൾ എന്തായിരിക്കും? അതിന്റെ ഇരട്ടിയായി. ഇന്നലെ 50 രൂപ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് അതിന് 100 രൂപയായി, ഇരട്ടിയായി വില. അപ്പോൾ നമ്മുടെ കൺസംഷൻ എന്തായിരിക്കും? നമ്മൾ പകുതി കണ്ടത് കുറയ്ക്കും. അപ്പോൾ 2 കിലോ വാങ്ങിച്ചിരുത്ത് നമ്മൾ ഇന്ന് എത്ര വാങ്ങും? 1 കിലോ വാങ്ങുള്ളൂ. അപ്പോൾ അവിടെ ഈക്വൽ ചേഞ്ച് ആണ് രണ്ട്. അതുകൊണ്ട് the coefficient value will be always equal to 1. And one more thing, when the price elasticity of demand is equal to unity, the demand curve will be a rectangular hyperbola. അങ്ങനെയാണ് നമ്മൾ അതിന് പറയുക. ഡിമാൻഡ് കർവ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിന്റെ അകത്ത് ഇതില് ഈ എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ്, വൈ ആക്സിൽ പ്രൈസുമാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ആ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, നോർമൽ. പിന്നെ ഒരു ചെറിയൊരു ബെൻഡ് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇത് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ P1 P2 എന്ന് പറയുന്ന ഒരു പോർഷൻ, അപ്പം ആ ഒരു പോർഷനും ഈ ഒരു പോർഷനും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. രണ്ടും സെയിം പെർസെൻറ്റേജ് ആയിരിക്കും, ചേഞ്ച് ഒരേ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ അപ്പം യൂണിറ്ററി ഇലാസ്റ്റിക് ആകുമ്പോൾ ഡിമാൻഡ് കർവ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. ദെൻ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ the percentage change in quantity demanded will be greater than the percentage change in price. പ്രൈസിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന വർധനവിനെ കഴിഞ്ഞ് കൂടിയ വർധനവായി. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം, പ്രൈസ് 1% കണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് മോർ ദാൻ 1% കണ്ട് വർദ്ധിക്കും. പ്രൈസ് 1% കുറഞ്ഞ ക്വാണ്ടിറ്റി ഡിമാൻഡ് 1%-ത്തിൽ കൂടുതലായിരിക്കും വർധനവ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു കോഎഫിഷ്യന്റ് വാല്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഇപ്പം പ്രൈസ് ആദ്യം നമ്മൾ 1 രൂപയായിരുന്നു ഒരു യൂണിറ്റ് വാങ്ങും. ഓക്കെ, നമ്മൾ അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ്, ആ ഒരു
പെർസെൻറ്റേജ് എന്ന് പറയാം. ഇനി പ്രൈസ് ഒരു ഒരു 50% അല്ലെങ്കിൽ ഒരു 50% നമ്മളത് ഒരു പകുതി കണ്ട് കുറഞ്ഞു, 1 രൂപയിൽ നിന്ന് 50 പൈസ. അപ്പോൾ നമ്മൾ ഒരു യൂണിറ്റിൽ നിന്നും 3 യൂണിറ്റ് ആയിട്ട് കൺസംഷൻ വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ പകുതിയെ കുറഞ്ഞിട്ടുള്ളൂ. അവിടെ ഇരട്ടിയായാൽ മതി കൺസംഷൻ, പക്ഷേ ഇരട്ടിയിൽ കൂടുതലായി കൺസംഷൻ. അത് ഗ്രേറ്റർ പെർസെൻറ്റേജ് ആണ് കൺസംഷനിൽ വന്നത്. അത് നമ്മൾ ലാസ്റ്റ്, അതുകൊണ്ടാണ് ആ കോഎഫിഷ്യന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുന്നത്. ഇനി അതിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഡൗൺ വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ബി കമ്പാരിറ്റീവ്ലി മച്ച് ഫ്ലാറ്റ്. ഒരു സ്ലോപ്പ് കുറഞ്ഞ് കൂടുതൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ്. ഇപ്പോൾ നമുക്കിവിടെ സ്ലോപ്പ് കുറയും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് നേരെ കുറച്ചുകൂടി സ്റ്റീപ്പ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് ആയിരിക്കും നമ്മൾ വരും. ഇപ്പോൾ ഈ ഇൻലാസ്റ്റിക് വരുന്നത്, ഇതിപ്പോൾ ഇലാസ്റ്റിക് ആണ്. അതിൻ്റെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ്. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കഴിഞ്ഞ് കൂടിയ മാറ്റം എന്തിലുണ്ടായി? ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ. ഓക്കെ. Then finally we have inelastic demand. Elastic demand എന്ന് പറയുമ്പോൾ നേരെ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓപ്പോസിറ്റ് ആണ്. ഇലാസ്റ്റിക് ഡിമാൻഡിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരുന്നു. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തെ കഴിഞ്ഞും കുറഞ്ഞ മാറ്റമാണ് ഇവിടെ ഡിമാൻഡിലുണ്ടാകുന്നത്. അപ്പം അപ്പം പ്രൈസ് 10% കൊണ്ട് കുറയുന്നു. ഡിമാൻഡ് അപ്പം വർദ്ധിക്കുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ 10% കൊണ്ട് അവിടെ ഡിമാൻഡ് വർദ്ധിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിത്യോപയോഗ സാധനം, നെസസറി ഗുഡ്സിൻ്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആണ്. നെസസറി ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഡെയിലി, ഇപ്പോൾ ഒരു ഉദാഹരണം, ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന അരി, റൈസ്, വീറ്റ്, ഇതൊക്കെ നെസസറി ഗുഡ്സ് ആണ്. അപ്പം നമ്മളൊരു 40 റുപ്പീസ് ഉണ്ടായിരുന്നപ്പം നമ്മൾ ഡെയിലി ഒരു ഫാമിലിക്ക് ഒരു 2 kg അല്ലെങ്കിൽ ഒരു 3 kg 2 kg റൈസ് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. അപ്പം വില 40 എന്നുള്ളത് ഒരു 25 ഒരു 30 ആയിട്ട് കുറഞ്ഞു. 30 ഒരു 25% കുറഞ്ഞു. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൈസിൻ്റെ ഉപയോഗം ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് കൂട്ടാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ 2 നേരം ഉപയോഗിച്ചിരുന്ന റൈസ് ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ 3 നേരം റൈസ് ഉപയോഗിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പ്രോഡക്റ്റുകൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു 25% കൊണ്ട് ഇവിടെ പ്രൈസ് കുറഞ്ഞു. പക്ഷെ ഡിമാൻഡ് മാക്സിമം പോയി നമ്മൾ ഈ 2 എന്നുള്ള ഒരു 1/2 കിലോ അല്ലെങ്കിൽ അത് തന്നെ കൂടിയാൽ ധാരാളമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രൈസ് ഒരു 40 നിന്ന് 20 ഒരു 50% കണ്ടു. അപ്പം നമുക്കതിൻ്റെ കൺസംഷൻ എന്താണ്? അത്രയും കണ്ട് നമ്മൾ കൺസംഷൻ കൂട്ടില്ല. ഡെയിലി നമുക്ക് അത്രയും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഒരിക്കലും ഒരു 2 കിലോ ഡെയിലി ഉപയോഗിച്ച് 3 കിലോ എന്നൊക്കെ പറയാം എങ്ങനെ കഴിക്കാനാണ്? ആകെ ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരേ ഉള്ളൂ അവർക്ക് അത്രയും മതി. അതിനപ്പുറത്തേക്ക് പറ്റില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം 200 ഗ്രാം അവർക്ക് കൂട്ടാൻ പറ്റും കൺസംഷൻ. അതിനപ്പുറത്തേക്ക് പറ്റില്ല. അപ്പം അതൊക്കെ ഒരു ഇനിലാസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അതിൻ്റെ പ്രൈസിനുണ്ടാകുന്ന മാറ്റത്തെ കഴിഞ്ഞും കുറഞ്ഞ മാറ്റേ ഡിമാൻഡിലുണ്ടാവും. അതേപോലെ തന്നെ പ്രൈസ് കൂടുകയാണ്. 40 എന്ന് പറയുന്നത് ഒരു 60 ആയിട്ടാണ് കൂടി, അല്ലെങ്കിൽ ഒരു 50 ആയിട്ടാണ് കൂടി. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൺസംഷനും കുറയ്ക്കാൻ പറ്റില്ല. 20-50% കണ്ട് പ്രൈസ് വില അങ്ങ് വർദ്ധിച്ചു എന്ന് വെച്ച് ഈ റൈസിൻ്റെ ഉപയോഗം അവർക്ക് കുറയ്ക്കാൻ പറ്റില്ല. അത്രയും കൊണ്ട് ചെറിയൊരു കുറവൊക്കെ വരുത്താം. അത് മറ്റ് പ്രോഡക്റ്റുകൾ കൺസംഷൻ കുറച്ചുകൊണ്ട് ചെറിയൊരു കുറവ് നമുക്കിതിൽ വരുത്താൻ പറ്റും. പക്ഷേ കാര്യമായിട്ടുള്ള കുറവ് നമുക്ക് ഇതിനകത്ത് വരുത്താൻ പറ്റും. കാരണം നമുക്ക് ഫുഡ് കഴിച്ചേ മതിയാവും. So such commodities are considered necessary goods. അവയുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പം ലെസ് ദാൻ 1 ആയിരിക്കും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ കോഎഫിഷ്യന്റ് വാല്യൂ വിൽ ബി ലെസ് ദാൻ 1. So such products are known as inelastic commodities. Okay. Inelastic demand എന്ന് പറയുമ്പോൾ the percentage change in quantity demanded is എന്താണ്? ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തെ കഴിഞ്ഞും കുറഞ്ഞ നിരക്കിലായിരിക്കും ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം. ഓക്കെ. അപ്പം ഇങ്ങനെ 5 ഡിഗ്രീസ് ആണ്. അപ്പം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പോൾ കോഎഫിഷ്യന്റ് വാല്യൂ ഇൻഫിനിറ്റി. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ കോഎഫിഷ്യന്റ് വാല്യൂ 0. യൂണിറ്ററി ഇലാസ്റ്റിക് ആകുമ്പോൾ കോഎഫിഷ്യന്റ് വാല്യൂ ഈക്വൽ ടു 1. ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആകുമ്പോഴത്തേക്കും കോഎഫിഷ്യന്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ 1. When it is inelastic, the coefficient value will be less than 1. Okay. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന
അതിൻ്റെ അവൈലബിലിറ്റി, നമ്മൾ സോപ്പിൻ്റെ അവൈലബിലിറ്റി കൂടുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഒരു സോപ്പിൻ്റെ പ്രൈസ് കൂടി, നമ്മൾ അതിൻ്റെ കൺസംഷൻ കുറിച്ച് വേറെ വി ആർ ഹാവിങ് ഓൾട്ടർനേറ്റീവ് കമ്മോഡിറ്റി. അതിന് പകരം ഇപ്പം പിയേഴ്സിൻ്റെ വില കൂടി എന്ന് വെച്ച് നമുക്ക് പിയേഴ്സ് ഉപയോഗിക്കുന്നില്ല, നമുക്ക് ഡൗ സോപ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചന്ദ്രി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ മറ്റ് ലെക്സോർ, സന്തൂർ, വട്ടർ മൈബി ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ പ്രൈസിൽ ചെറിയൊരു മാറ്റം വരുമ്പോഴത്തേന് അതിൻ്റെ ഡിമാൻഡിൽ കാര്യമായിട്ടുള്ള കുറവ് സംഭവിക്കും. അതിൽ പ്രൈസ് കൂടും. പ്രൈസ് കുറയുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ ഡിമാൻഡിൽ കാര്യമായിട്ട് മറ്റു പ്രോഡക്റ്റ് ഇവർ തമ്മിൽ പ്രൈസ് വേരിയേഷൻസ് ഒക്കെ വലിയ കാര്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അത് ഒന്നിൻ്റെ വില കുറയുമ്പോൾ അത് മറ്റേതിൻ്റെ ഡിമാൻഡിനെ അത് സ്വാധീനിക്കും. ഓക്കെ, അപ്പം അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് makes a demand more elastic. Then use of the commodity. If a commodity is having large number of use, of course its price elasticity will be greater. Then expenditure on commodity. Okay, suppose we are spending a major portion of our income on a particular commodity. Then its price elasticity will be elastic. On the other hand, if our expenditure, major share of expenditure on a commodity is comparatively lower, its elasticity will be lower. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഈ ഓരോ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ കുറേ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വരുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചറിൻ്റെ പെർസെൻറ്റേജ് ഒരു കമ്മോഡിറ്റിയിൽ കൂടുതലാണെങ്കിൽ, സപ്പോസ് വി ആർ പർച്ചേസിങ് സെർട്ടൺ കമ്മോഡിറ്റി, ഇപ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് ചിലപ്പം അതിൻ്റെ ഒരു നല്ല എമൗണ്ട് ലക്ഷറി ഐറ്റംസ് പർച്ചേസ് ചെയ്യും. അതിൻ്റെ ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് വളരെ ഇലാസ്റ്റിക് ആയിരിക്കും. നേരെ മറിച്ച് ഈ പറയുന്ന നെസസറി കമ്മോഡിറ്റീസ് വരുമ്പോൾ എന്തായാലും അതിന് പ്രൈസ് കുറവാണ്, നമ്മുടെ എക്സ്പെൻസസും അതിന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കുറവായിരിക്കും, അപ്പോൾ അത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ്. ദെൻ ലെവൽ ഓഫ് പ്രൈസ് level. If existing price is already high, a further increase in price leads to a fall in demand. കൂടി ഒരു പ്രൈസ് ഓൾറെഡി കൂടി നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ അകത്ത് ഓൾറെഡി പ്രൈസ് ഹൈ ആണ്, ലെവൽ ഓഫ് പ്രൈസ്. അപ്പോൾ അതിൽ ഇലാസ്റ്റിസിറ്റി നോർമലി കുറവായി. പ്രൈസ് കുറഞ്ഞ പ്രോഡക്റ്റുകൾക്കായിരിക്കും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി വാല്യൂ കൂടുതലായിട്ട്. പ്രൈസ് കൂടിയ പ്രോഡക്റ്റുകൾക്ക് ഇലാസ്റ്റിസിറ്റി വാല്യൂ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ ഓക്കെ, നമ്മൾ ആ ഒരു ലെവൽ ഓഫ് പ്രൈസ്. അപ്പം when the price of commodity is high, the elasticity level that will be much lower എന്നുള്ള രീതിയിലാണ്. പ്രൈസ് കുറവാണെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ദെൻ ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡിൻ്റെ ഇൻകം മറ്റൊരു ഫാക്ടറാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്നത്. റിച്ച് പേഴ്സൺ ഈസ് റിച്ച്, ഇമ്മൻസ്ലി റിച്ച്, അപ്പം വളരെ ധനികനാണെങ്കിൽ എന്താണ്, പ്രൈസ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്ട് ഹിസ് ഡിമാൻഡ്. അയാളുടെ കൺസംഷനെ പ്രൈസ് ഒന്നും അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. അതേസമയം ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ എന്തായിരിക്കും, അവരുടെ ഇൻകം ഈ ഇലാസ്റ്റിസിറ്റിയെ അഫക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഹാവിങ് ഇമ്പാക്ട് ഓൺ ദെയർ കൺസംഷൻ. ഓക്കെ, അപ്പോൾ ഇമ്മൻസ്ലി റിച്ച് ആണെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് അതൊരു ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഒരു കോമൺ മാൻ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അതിനെല്ലാം എന്താണ്, ഒരു ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും. ദ നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി. നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മോഡിറ്റി പലതരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. നമുക്ക് ആദ്യത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നോർമൽ ഗുഡ്സ് അല്ലെങ്കിൽ അബ്നോർമൽ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയും. ഇൻഫീരിയർ
പീരിയഡ് ഗുഡ്സ് എന്ന് പറയുമ്പോഴത്തേന് അതിന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി സാധാരണ ഒരു നമ്മൾ നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ പറയാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവായിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവ് എന്ന് പറയുമ്പം സാധാരണ പ്രൈസ് കുറഞ്ഞാലും അതിൻ്റെ കൺസംപ്ഷൻ കുറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, പ്രൈസ് കുറയുമ്പോഴും അതിൻ്റെ കൺസംപ്ഷൻ കുറയും. അതിൻ്റെ പല കോണ്ടക്സ്റ്റുകളിൽ പിന്നീട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ നോർമൽ ഗുഡ്സും പ്രൈസിൻ്റെ വില കുറഞ്ഞ അതിൻ്റെ കൺസംപ്ഷൻ കൂടും, പ്രൈസ് കൂടിയ കൺസംപ്ഷൻ കുറയുന്നു. ഈ നോർമൽ ഗുഡ്സ് ക്യാൻ ബി അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 3: നെസസറി ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ് ആൻഡ് കംഫർട്ട്സ്. നെസസറി ഗുഡ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി ഇൻഇലാസ്റ്റിക് ബിക്കോസ് നെസസറി ഗുഡ്സ് പ്രൈസിൽ എത്ര മാറ്റം വന്നാലും നമ്മളത് കൺസ്യൂം ചെയ്യും, കാര്യമായിട്ടുള്ള ചേഞ്ച് വരും. ലക്ഷറി ഗുഡ്സിൻ്റെ ഇലാസ്റ്റിസിറ്റി വിൽ ബി greater than 1. That means a small increase in price leads to a greater fall in demand. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് കംഫർട്ട്സിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ that will be equal to unity. Then നെക്സ്റ്റ് നമുക്കുള്ളത് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റി. കമ്മോഡിറ്റിയുടെ നേച്ചറും ഈ പറയുന്ന നമ്മുടെ ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. whether it is comfort, luxury, okay, അത് ഓൾമോസ്റ്റ് സെയിം ആസ് okay, nature of commodity. Then change in fashion. Fashion is another factor determining price elasticity of demand. Fashion എന്ന് പറയുമ്പോൾ if a product goes out of fashion, whatever the falling price, we are not going to purchase that because it's already out of fashion. പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഡ്രസ് ഐറ്റംസ് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്ര പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് നോർമലി നമ്മൾ കൺസ്യൂം ചെയ്യും. അപ്പോൾ അതൊരു ഫാക്ടറാണ് നമ്മുടെ കൺസംപ്ഷൻ. ടൈം, ഷോർട്ട് പീരീഡിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇലാസ്റ്റിക്. ലോങ് പീരീഡിൽ ഷോർട്ട് പീരീഡിൽ കാര്യമായിട്ടുള്ള കൺസംപ്ഷനൊന്നും വലിയ ഇൻഫ്ലുവൻസ് ഒന്നും വരുന്നില്ല, അതിൽ ഒരു കാര്യമായിട്ടുള്ള ചേഞ്ച് വരാൻ പോകും. പക്ഷെ ലോങ് പീരീഡിൽ ഇറ്റ് വിൽ ബി ഇലാസ്റ്റിക്. കാരണം we are influenced, our consumption in the long term is influenced by many other factors. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ തീരുമാനിക്കുന്നത്. Then methods of measuring price elasticity of demand. There are 3 methods to measure price elasticity of demand. ഒന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് എക്സ്പെൻഡിച്ചർ. പെർസെൻറ്റേജ് മെത്തേഡ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ആ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. ഇറ്റ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. എൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് വാല്യൂ എങ്ങനെയാണ്? കോഎഫിഷ്യൻറ്റ് വാല്യൂ വേരീസ് ബിറ്റ്വീൻ 0 to infinity. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്തായിരിക്കും? കോഎഫിഷ്യൻറ്റ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ, ഇറ്റ് വിൽ ബി infinity. If it's perfectly elastic, it will be equal to 0. Elastic, it will be greater than 0. Inelastic, it will be less than 0. Less than 1. Elastic, it will be greater than 1. Elastic, less than 1. Unitary elastic, it will be equal to 1. അപ്പോൾ അതാണ് നമ്മുടെ പെർസെൻറ്റേജ് മെത്തേഡ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇതിന് നമ്മൾ ടോട്ടൽ ഔട്ട്ലേ മെത്തേഡ് എന്ന് പറയും. ഔട്ട്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ടോട്ടൽ ഔട്ട്ലേ എന്ന് പറയും. ആൻഡ് ദിസ് മെത്തേഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 3 കൺസെപ്റ്റുകളാണുള്ളത്: പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ഒരു കമ്മോഡിറ്റി ഇലാസ്റ്റിക് ആണെങ്കിൽ a decrease in price of a commodity results in an increase in total expenditure on that commodity, and increase in the price of a commodity leads to a reduction in total expenditure on that commodity. In that case, that product is elastic. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഇലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തെ കഴിഞ്ഞും കൂടിയ മാറ്റം ഡിമാൻഡിൽ വരും. അപ്പം the percentage of expenditures, amount of percentage of money spent on that commodity increases due to a fall in price, then it will be more elastic.
അപ്പം വില കുറയുമ്പോഴത്തേനും അതിൽ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കൂടുകയാണ്. നമ്മൾ നേരത്തെ 100 രൂപ സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥാനത്ത് നമ്മൾ എന്താണ്, നമ്മൾ 200 രൂപ അങ്ങ് സ്പെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആപ്പിളിൻ്റെ വില കുറഞ്ഞു, 100 രൂപയായിരുന്ന ഒരു കിലോ ആപ്പിൾ നമ്മൾ കൺസ്യൂം ചെയ്യും, പെട്ടെന്ന് ഒരു ദിവസം 100 50 രൂപയായിട്ട് പോകും. അപ്പോഴത്തേനും നമ്മൾ 1 കിലോയുടെ സ്ഥാനത്ത് ഒരു 4 കിലോ വാങ്ങുന്നു, അതിൻ്റെ വില. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എത്രയാണ്, 200 രൂപ നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് ഇലാസ്റ്റിക്കാണ്. നേരെ തിരിച്ചും അത് സംഭവിക്കാം. ഇലാസ്റ്റിക് ആണ്, ഈ വില കൂടുന്നതിൻ്റെ ഫലമായിട്ട് അതിലുണ്ടാകുന്ന എക്സ്പെൻസും നമ്മൾ കുറയ്ക്കും, നമ്മൾ വേറെ മറ്റ് പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട്. ഇനി ഇലാസ്റ്റിക് ആണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഇലാസ്റ്റിക് ആണെങ്കിൽ when price falls, the amount of money spent on that commodity will reduce, and if an increase in price leads to an increase in the total expenditure on that. അതിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും അത് വർദ്ധിക്കും. ഇനി അതേപോലെ യൂണിറ്ററി ഇലാസ്റ്റിക് ആകുമ്പോൾ എന്തായിരിക്കും, വാട്ട് എവർ ദ ചേഞ്ച് ഇൻ പ്രൈസ്, the total amount of money that we spend on that commodity remains same. പ്രൈസിൽ എന്തൊക്കെ പ്രൈസ് കൂടുകയോ കുറയോ എന്ത് ചെയ്താലും നമ്മൾ ഒരു 100 രൂപയ്ക്ക് ഒരു കിലോ ആപ്പിൾ കിട്ടും, ആപ്പിളിൻ്റെ വില 50 രൂപയായിട്ട് കുറഞ്ഞു, അപ്പോഴും നമ്മൾ 100 രൂപ സ്പെൻഡ് ചെയ്യും, 2 കിലോ. ഇനി ആപ്പിളിൻ്റെ വില 100-ൽ നിന്ന് 200 കൂടുന്നു, അപ്പോഴും നമ്മൾ 100 റുപ്പീസ് സ്പെൻഡ് ചെയ്യും. അപ്പോൾ എത്ര കിലോ ആപ്പിൾ കിട്ടും, 1/2 കിലോ ആപ്പിൾ കിട്ടും. അപ്പോഴും ഡിമാൻഡ് സെയിം ആയിട്ട്, അല്ല, നമ്മുടെ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് സെയിം ആയിട്ട്. ആ സാഹചര്യത്തിൽ ഇത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു യൂണിറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ അതിൻ്റെ ഒരു ടേബിളാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ എക്സ്പെൻഡിച്ചർ അത് വെച്ചുകൊണ്ടുള്ള ഒരു ടേബിളാണ് ഞാൻ ഇത് കൊടുത്തത്. യൂണിറ്ററി ആകുമ്പോൾ എന്താണ്, ആ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്താലും പ്രൈസ് കുറയുന്നതിന് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ എക്സ്പെൻഡിച്ചർ സെയിം ആണ്. ഇലാസ്റ്റിക് ആകുമ്പോഴത്തേനും നമുക്ക് നോക്കാൻ പറ്റും അതിൻ്റെ ഓക്കെ. ആ ഒരു രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ കമ്മോഡിറ്റി കുറഞ്ഞു വരികയാണ്. കമ്മോഡിറ്റി എക്സിൻ്റെ രണ്ടാമത്തെ എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്, ഓക്കെ, അത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഓക്കെ, എമൗണ്ട് നിങ്ങളൊന്ന് ഇതിൽ ക്വാണ്ടിറ്റി, ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡ്. രണ്ടാമത്തെ കേസിൽ വൈയുടെ കൺസംഷൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഒരേ ഇത്, എക്സിൻ്റെ കൺസംഷനിൽ ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെങ്കിലും എക്സ്പെൻഡിച്ചർ കുറഞ്ഞു വരിക. മൂന്നാമത്തെ കേസിൽ ക്വാണ്ടിറ്റിയും കൂടുന്നു, എക്സ്പെൻഡിച്ചറും കൂടിക്കൂടി വരിക. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളതിനെ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു ഡിമാൻഡ് കർവ് ആയിരിക്കും. അതിന് തന്നെ വി ജസ്റ്റ് ഡിവൈഡ് ദ ലോവർ പോർഷൻ ഓഫ് ദി ഡിമാൻഡ് കർവ് വിത്ത് ദി അപ്പർ പോർഷൻ. ഓക്കെ, ഞാനത് പറയാം. നമുക്ക് ഈ ബി എന്ന് പറയുന്ന പോയിന്റ്, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ബി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ഡിമാൻഡ് കർവാണ്. നമ്മൾ ലോവർ പോർഷൻ ഡിവൈഡ് ബൈ അപ്പർ പോർഷൻ. ഇപ്പോൾ ലോവർ പോർഷൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, ബി ഡി. അപ്പർ പോർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബി ഇ എന്ന് പറഞ്ഞ പോർഷൻ. രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. ലോവർ പോർഷനും സെയിം ആണ്, അപ്പർ പോർഷനും സെയിം ആണ്. അപ്പോൾ അവിടെ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി സി എന്ന് പറയുന്ന ഭാഗം, ലോവർ പോർഷൻ ഡിവൈഡഡ് ബൈ അപ്പർ പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, സി ലോവർ പോർഷൻ പിന്നെ എത്രയാണ്, സി ഡി ഉള്ളൂ. അപ്പർ പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സി ഇ ഉണ്ട്, കൂടുതലായിട്ടുള്ള പോർഷൻ. അപ്പോൾ സിയിലും ഇലാസ്റ്റിസിറ്റി എത്രയായിരിക്കും, <1 ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അതിൻ്റെ ഒരു എമൗണ്ട് കൊടുത്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അത് വർക്കൗട്ട് ചെയ്ത് കിട്ടും. ഇവിടെ ചെറിയൊരു പോർഷനെ വലിയൊരു പോർഷൻ കൊണ്ട്, ഇപ്പോൾ 10നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, <1 കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ ഇവിടെ ചെറിയൊരു പോർഷനെ വലിയൊരു പോർഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി എ എന്ന് പറയുന്ന പോർഷൻ, ആ ലോവർ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയൊരു പോർഷൻ, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ പോർഷൻ, എ ഇ, then the value will be greater than 1. ഇനി ഈ ഒരു പോയിന്റിൽ ഇൻഫിനിറ്റ് ആയിരിക്കും, കാരണം
ലോവർ പോർഷൻ എന്ന് പറഞ്ഞാണ് ഫുള്ള്. ഈ ഒരു ഹോൾ പോർഷൻ ലോവർ പോർഷനാണ്. ഈ ഡി എന്ന് പറയുന്നത് ലോവർ പോർഷൻ. അപ്പം അപ്പർ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയി. അപ്പോൾ ലോവർ പോർഷൻ ഇ ഡി ഡിവൈഡ് ബൈ 0 ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു വാല്യൂവിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒരു ഇൻഫിനിറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടുക അവിടെ. ഇനി ഡി എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോഴത്തേന് ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും. കാരണം എന്താണ്? അവിടെ ലോവർ പോർഷൻ എന്ന് പറയുന്നത് 0 ആണ്. എനി വാല്യൂ 0യെ എനി വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. എനി വാല്യൂവിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഇൻഫിനിറ്റ്. 0യെ എനി വാല്യൂ കൊണ്ടും ഡിവൈഡ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ആ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു മിഡ് പോയിന്റിൽ ഇലാസ്റ്റിക് ആയിരിക്കും. എബോ മിഡ് പോയിന്റിൽ യൂണിറ്ററി ഇലാസ്റ്റിക്, എബോ മിഡ് പോയിന്റ് ഇലാസ്റ്റിക്, ബിലോ മിഡ് പോയിന്റ് ഇലാസ്റ്റിക് ആയിരിക്കുന്നു. അതേപോലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വരുമ്പോൾ അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വരുമ്പോൾ അവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് മെത്തേഡാണ് ഇതിനകത്ത് ഇനി പറയാൻ പോകുന്നത്. തേർഡ് മെത്തേഡ് ദാറ്റ് ഈസ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, നമ്മൾ 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ മൂന്ന് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന പെർസെന്റേജ് മെത്തേഡ്, എക്സ്പെഡിഷൻ മെത്തേഡ്, ദെൻ ഗ്രാഫിക്കൽ മെത്തേഡ്. ഇനി മറ്റൊരു ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് ആണ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ the elasticity of demand of a commodity at any point on demand curve. ഡിമാൻഡ് കർവിൽ ഓരോ പോയിന്റ് എടുക്കുന്ന അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇക്വേഷൻ തന്നെയാണ്, ലോവർ പോർഷൻ ഡിവൈഡഡ് ബൈ അപ്പർ പോർഷൻ. അതിൽ നമ്മൾ പറഞ്ഞു ഇഫ് ഇറ്റ് ഈസ് മിഡ് പോയിന്റ് എന്ന് ഇവിടെ പറയുമ്പോൾ ഏതാണ്? പി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അവിടെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും, നേരത്തെ ഞാൻ പറഞ്ഞു. ഇനി എബോവ് മിഡ് പോയിന്റ് എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ? ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും എ എന്ന് പറയുന്ന പോയിന്റ്. എനി പോയിന്റ് എബോവ് പി and below m, in this case below m it will be elastic. ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും? അവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ബിലോ ദ മിഡ് പോയിന്റ് എന്തായിരിക്കും? ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും, ദാറ്റ് വിൽ ബി ഇലാസ്റ്റിക്. ലോവർ പോർഷൻ അവിടെ എന്തായിരിക്കും? അവിടെ കുറവും, അപ്പർ പോർഷനാണ് കൂടുതൽ. അപ്പം അറ്റ് ദ പോയിന്റ് n ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, but any point on a elasticity of demand on any point on demand curve is known as point elasticity of demand. ഏതെങ്കിലും ഒരു പോയിന്റ് ഡിമാൻഡ് കർവിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഒരു റെക്ടാങ്കുലർ ഇങ്ങനെ ഒരു കർവ്ഡ് ഒരു ഡിമാൻഡ് കർവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും we just draw a straight line touching the both axis and the point. അപ്പൊ നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഓക്കെ, ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഡിമാൻഡ് കർവാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതൊരു മിഡ് പോയിന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഡിമാൻഡ് കർവാണ്, ഒരു കർവ്ഡ് ഡിമാൻഡ് കർവ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? we just draw a demand curve touching both the x-axis, y-axis, x-axis touching, അതേപോലെ at the same time we should touch മിഡ് പോയിന്റ് ഓൾസോ. എന്നിട്ട് ഇതിന്റെ സ്ലോപ്പ് നോക്കാം. അങ്ങനെയാണ് നമ്മൾ അതിന്റെ ഒരു ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കാൽക്കുലേറ്റ്. നൗ മറ്റൊരു കൺസെപ്റ്റ് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ the demand coefficient of price elasticity of demand between 2 points on a demand curve. രണ്ട് ഡിമാൻഡ് പോയിന്റ്, ഒരു ഡിമാൻഡ് കർവിൽ 2 പോയിന്റ്സുകൾക്കിടയിലുള്ള ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്. നമ്മൾ സാധാരണ പോയിന്റ് ഇലാസ്റ്റിസിറ്റിയിലൊക്കെ ഒരു ബിയിലും എയിലുമുള്ള ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. Here we are going to measure the price elasticity of demand between 2 points on a same demand curve. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താണ് ചെയ്യുക? ഇതിന്റെ ആവറേജ് ഇലാസ്റ്റിസിറ്റിയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. ആവറേജ്, അപ്പൊ ഇത്
It's just an average elasticity of demand over the range of over an arc of same demand curve. ആർക്കുമ്പോൾ ഇങ്ങനെ കർവ്ഡ് ഡിമാൻഡ് കർവിൻ്റെയാണ് സാധാരണ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയയിലെ ഡിമാൻഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു ആവറേജ് ഡിമാൻഡാണ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് കൺസെപ്റ്റുകൾ മാത്രം നിങ്ങളൊന്നും ഓർത്തിരിക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബിറ്റ്വീൻ 2 points on a same demand curve. ഒരേ ഡിമാൻഡ് കർവിലെ 2 പോയിന്റ്സുകൾക്ക് ഇടയിലുള്ള ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ കാൽക്കുലേഷൻ ആയിട്ട് ആവറേജ് പ്രൈസും ആവറേജ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞ പോലെ തന്നെയാണ്, വെറുതെ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. It is a degree of the responsiveness of quantity demand of a commodity to a change in price ന്റെ സ്ഥാനത്ത് ഇൻകം. ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ എത്ര ശതമാനം മാറ്റം സംഭവിക്കുന്നു, അതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇൻകം ഒരു 1% കണ്ട് കൂടുമ്പോൾ ഡിമാൻഡ് എത്ര പെർസെൻറ്റേജ് കണ്ട് കൂടും? ഇൻകം ഒരു 1% കണ്ട് കുറയുമ്പോൾ ഡിമാൻഡ് എത്ര പെർസെൻറ്റേജ് കണ്ട് കുറയും? ഇതാണ് നമ്മൾ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമ്മൾ പറയുന്നത്. ആൻഡ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം. നേരത്തെ പ്രൈസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഇൻകം നമ്മൾ ചേർത്താൽ മതി, കാരണം ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഡിമാൻഡിൽ എത്രമാത്രം മാറ്റം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേപോലെ ആ ഇക്വേഷനിൽ എന്താണ്, പ്രൈസിന്റെ സ്ഥാനത്ത് ഇൻകം ചേർത്താൽ മതി. ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ വൈ ബൈ വൈ. വൈ എന്ന് പറയുന്നത് ഇൻകം. നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ ഇൻകം ഡിനോട്ട് ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്, മിക്ക കോണ്ടെക്സ്റ്റുകളിൽ അങ്ങനെ. അപ്പം ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഡെൽറ്റ വൈ ബൈ വൈ ഈസ് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം. ഇൻകത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അത് മൂലം ഡിമാൻഡിൽ എത്രമാത്രം മാറ്റം ഉണ്ടാകും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഇത് നമ്മുടെ ഫൈനൽ ഇക്വേഷനാണ്. വൈ ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ. ഓക്കെ, അപ്പൊ അതില് ഡെൽറ്റ ക്യൂ എന്ന് നേരത്തെ പറഞ്ഞ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ക്യൂ ഒറിജിനൽ ക്വാണ്ടിറ്റി, ഡെൽറ്റ വൈ ചേഞ്ച് ഇൻ ഇൻകം, വൈ ഒറിജിനൽ ഇൻകം. അപ്പൊ അത് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് വാല്യൂ ഒക്കെ എന്താണ് നോക്കാം. The coefficient value of income elasticity of demand may be positive or it may be negative or it can be zero depending upon the nature of the commodity. Suppose if an increase in income leads to an increase in demand for a commodity, the income elasticity or the coefficient of the commodity will be positive. If an increase in income leads to a fall in demand for that commodity, its coefficient value will be negative. If quantity of a commodity purchase remains unchanged, regardless of change in income, then income elasticity of demand is equal to 0. Okay. ഇങ്ങനെ 3 കോണ്ടെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇൻകം ഇലാസ്റ്റിസിറ്റി അതിന്റെ കോഎഫിഷ്യന്റ് വാല്യൂ that varies between that can be positive, that can be negative, that can be 0. Okay, അപ്പൊ അതിൽ ഒരു ഇൻഫിനിറ്റി കൺസെപ്റ്റ് നമ്മൾ അതിൻ്റെ അകത്ത് വരുന്നില്ല. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് മാത്രമേ ഈ 5 കൈൻഡ്സ് വരുന്നു, 5 ഡിഗ്രീസ്. ഇതിൽ അങ്ങനെ വരുന്നില്ല. ഇത് that can be 1 greater than 0, less than 0, can be equal to 0. Equal to 0 വരുന്ന എപ്പോഴാണ്? ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി അത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്പോഴും ഒരേ ഇതിൽ പോയി കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി, ഒരു ഈക്വൽ ടു 0 ആയിരിക്കും. ഇത് അത്ര കൂടിയാലും അതിന്റെ കൺസംഷൻ കൂടും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സോൾട്ട്, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ട്, നമ്മുടെ വരുമാനം എത്ര കണ്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് അതിന്റെ ഉപയോഗം കൂട്ടേണ്ട ആവശ്യമില്ല.
അതേപോലെ വരുമാനം എത്ര കണ്ട് കുറഞ്ഞാലും നമ്മൾ അതിന്റെ ഉപയോഗം കുറയ്ക്കാനും പോകില്ല. അത് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല. അതിന്റെ ആവശ്യം നമുക്കൊരു പരിധി വരെ ഉള്ളൂ. എന്നാൽ അത് ഇല്ലാതെയും ഒഴിച്ചുകൂടാനും പറ്റിയല്ല. അതിന്റെ ഉപഭോഗം നമ്മൾ എപ്പോഴും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ പല പ്രോഡക്റ്റുകളും ഇപ്പം നമ്മൾ ഡെയിലി നമ്മൾ ചോറ് അല്ലെ റൈസ് വാങ്ങി കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാർ ഇൻകം കൂടുമ്പോഴത്തേക്ക് അവരെന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ഫുഡിലേക്ക് പോകും. അവർ മറ്റു പ്രോഡക്റ്റുകളിലേക്ക് പോകും. ഇപ്പോൾ റൈസിന്റെ കൺസംഷൻ കുറയും. അവർ മീറ്റും ചിക്കൻ അങ്ങനെയുള്ള നോൺ വെജ് അല്ലെങ്കിൽ മറ്റ് ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡ് തേടി ബർഗർ അങ്ങനെയുള്ള മോഡേൺ ഫുഡ് ഇതിലേക്ക് പോകും അവർ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും റൈസിന്റെ കൺസംഷൻ കുറയും, അവിടെ ഇൻകം കൂടും. അതിന്റെ വാല്യൂ എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ കോഫിഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് ഇൻകം കൂടിയപ്പോൾ അതിന്റെ കൺസംഷൻ കുറയുകയാണ് ചെയ്തത്. അതേപോലെ നമ്മൾ ഇൻകം കൂടുമ്പം കൺസംഷൻ കൂടുകയാണെങ്കിൽ എന്തായിരിക്കും? ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷൻ കൂടുന്നു. ഇപ്പൊ ലക്ഷറി ഗുഡ്സ് നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ ലക്ഷറി ഗുഡ്സ് വാങ്ങും. അതിന്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ. Then cross elasticity of demand. Cross elasticity of demand is a degree of the responsiveness of quantity demanded of a commodity to change in the price of related commodities. Cross elasticity, അത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആവാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആവാം. സപ്പോസ് വി ആർ ടേക്കിംഗ് ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്, ടീ ആൻഡ് കോഫി. കോഫിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ടീയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം, അത് ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. നേരത്തെ നമ്മൾ ആർക്ക് ഇലാസ്റ്റിസിറ്റിയാണ്. ഇത് മാറിപ്പോകരുത്. ഇപ്പൊ എല്ലാ എക്സാമിനും എല്ലാവർക്കും മാറിപ്പോകുന്നു. ആർക്ക് ഇലാസ്റ്റിസിറ്റിയും ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പൊ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കമ്മോഡിറ്റിയുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം. ഇപ്പൊ ടീയുടെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് കോഫിയിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റം. അപ്പൊ കോഫിയുടെ പ്രൈസ് കൂടി. കോഫിയുടെ പ്രൈസ് കൂടുമ്പോഴത്തേന് എന്തായിരിക്കും? കോഫി ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ കൂടുതലായിട്ട് ടീ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ടീയുടെ ഡിമാൻഡ് കൂടും. നേരെ മറിച്ച് കോഫിയുടെ പ്രൈസ് കുറഞ്ഞു. കോഫിയുടെ പ്രൈസ് കുറയുമ്പോഴത്തേന് ടീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം എന്താണ്? കോഫി ഉപയോഗിക്കാൻ തുടങ്ങും. കോഫിയുടെ ഡിമാൻഡ് കൂടും. ടീയുടെ ഡിമാൻഡ് കുറയും. ടീയുടെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ അതൊരു ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് percentage change in quantity demand of a commodity Y divided by percentage change in quantity demand of a commodity percentage change in quantity demand of commodity divided by percentage change in the price of related commodity. Related commodityയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായിട്ട് ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടാകും, അതാണ് നമ്മൾ ഇതിന്റെ മെഷർ ചെയ്യുന്നത്. ഇപ്പം എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ രണ്ട് കമ്മോഡിറ്റിയാണ്. QX divided by delta QX divided by QX, which are percentage change in quantity demand of X എന്ന് പറയുന്ന കമ്മോഡിറ്റി. അത് എന്തിന്റെ ഫലമായിട്ടാണ് അതിന്റെ മാറ്റം കാണിക്കുന്നത്? പെർസെന്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി Y. ഓക്കെ. അതിന്റെ ഓക്കെ, ഇക്വേഷനിൽ ചെറിയൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഡെൽറ്റ ക്യൂ വൈ എന്നുള്ളിടത്ത് ഡെൽറ്റ പി വൈ ആണ്. ഡെൽറ്റ പി വൈ. അപ്പം പി വൈ ഡെൽറ്റ പി വൈ എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ. അത് ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അപ്പം കോപ്പി ചെയ്തപ്പം മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ അത് ഡെൽറ്റ ക്യൂ വൈ എന്നുള്ളിടത്ത് ഡെൽറ്റ പി വൈ ആണ്. ക്യൂ വൈ എന്നുള്ളിടത്ത് പി വൈ. അത് നിങ്ങൾ ഒന്ന് മാറ്റി ഇത് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ അതിൽ അങ്ങനെ ഇതാണ് കോഎഫിഷ്യന്റ് ഇത്. അപ്പം കോഎഫിഷ്യന്റ് വാല്യൂ ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വേരീസ് ബിറ്റ്വീൻ -infinity to +infinity. If it is perfectly elastic, ടീ ആൻഡ് കോഫി പോലും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ല കേട്ടോ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ സെയിം ഫീച്ചറുള്ള രണ്ട് പ്രോഡക്റ്റ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, then its coefficient value will be infinite, positive. If it is perfectly substituted, elastic will perfectly substitute. If they are close substitutes, the elasticity will be greater than 1.
If they are perfectly complement, the elasticity, income elasticity, cross elasticity will be negative infinity. If they are closely related commodities, complementary commodity, then its value will be um, less than negative infinity and 0. That means negative value. അപ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി നെഗറ്റീവ്, ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതെ, അൺറിലേറ്റഡ് കമ്മോഡിറ്റി ആണെങ്കിൽ എന്തായിരിക്കും? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇക്വൽ ടു 0. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഒരു ആപ്പിളും നമ്മൾ ഒരു പെന്നും രണ്ടും അൺറിലേറ്റഡ് ആണ്. ഇതിന്റെ കൺസെപ്ഷൻ അൺറിലേറ്റഡ് ആണ്. അപ്പോൾ അതിന്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് കൺസെപ്റ്റ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് കൺസെപ്റ്റ് കൂടെ പറഞ്ഞു. റവന്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു സാധനങ്ങൾ വിറ്റഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് റവന്യൂ എന്ന് പറയുന്നത്. നമ്മുടെ എന്ത് സാധനം, നമ്മൾ വീട്ടിലാണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ്, അതിന്റെ ഇൻകം ഏൺഡ് ബൈ ദ പ്രൊഡ്യൂസർ. അത് സാധാരണ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. നമ്മൾ 100 ക്വാണ്ടിറ്റി വിൽക്കുന്നു, ഒരു യൂണിറ്റിന്റെ വില 10 രൂപയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും നമ്മുടെ വരുമാനം? 1000 രൂപ നമുക്ക് വരുമാനം. പ്രൈസിനെയും ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ഇൻകം ദാറ്റ് വി ഏൺ ഫ്രം ദ സെയിൽ ഓഫ് എ കമ്മോഡിറ്റി ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി. ഈ റവന്യൂവിൽ തന്നെ നമ്മൾ ഈ പല ടോട്ടൽ റവന്യൂ ഉണ്ട്, ആവറേജ് റവന്യൂ ഉണ്ട്, മാർജിൻ റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? TR, ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പം നമ്മളൊരു 100 അല്ലെങ്കിൽ എന്താ പറയുക 100 നാളികേരം നമുക്ക് ഒരു വർഷം നമുക്ക് 100 നാളികേരം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. നാളികേരത്തിന്റെ വില 20 രൂപ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര രൂപ നമുക്ക് ഒരു വർഷം വരുമാനമുണ്ട്? നമ്മുടെ റവന്യൂ എന്തായിരിക്കും? 100 ഇൻറ്റു എത്രയായിരിക്കും? 20. 100 ഇൻറ്റു 20. അപ്പൊ ഒരു 2000 റുപ്പീസ് ആണ് നമ്മുടെ വാർഷിക വരുമാനം എന്ന് അല്ലെങ്കിൽ മന്ത്ലി ഇൻകം. ഓക്കെ, അപ്പൊ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. ഇനി ആവറേജ് റവന്യൂ, റവന്യൂവും പ്രോഫിറ്റും രണ്ടും. റവന്യൂ എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റവന്യൂ അല്ല. പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രൈസ്, റവന്യൂ മൈനസ് കോസ്റ്റ്. കോസ്റ്റിൽ നിന്നും റവന്യൂവിൽ നിന്നും കോസ്റ്റ് കുറച്ചിട്ടുള്ളതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് റവന്യൂ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി സോൾഡ് ഔട്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ 100 യൂണിറ്റ് ആണ് നമ്മൾ വിറ്റഴിച്ചത്. നമ്മുടെ ടോട്ടൽ റവന്യൂ നമുക്ക് 2000 രൂപ നമുക്ക് കിട്ടി. അപ്പൊ 2000ത്തെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? അതാണ് ആവറേജ് റവന്യൂ. അപ്പൊ എന്ന് വെച്ചാൽ ഒരു നാളികേരത്തിന് നമുക്ക് 20 രൂപ വെച്ച് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ അപ്പം അതിന്റെ കേസിൽ പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഈ റവന്യൂ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എങ്കിലും നമുക്ക് ആവറേജ് റവന്യൂ കിട്ടും. അപ്പൊ ഈ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ആവറേജ് റവന്യൂ. ഇനി മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ എന്ന് പറയുമ്പോൾ അഡീഷൻ ടു ടോട്ടൽ റവന്യൂ, അല്ലെങ്കിൽ റവന്യൂ ഏൺഡ് ബൈ എ പ്രൊഡ്യൂസർ ഫ്രം ദ സെയിൽ ഓഫ് ദി ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ഫുഡ്. നമ്മൾ 100 നാളികേരം നമ്മൾ വിറ്റു. 100ാമത്തെ നാളികേരം നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വില, അതാണ് മാർജിനൽ റവന്യൂ. അപ്പം 99 നാളികേരം വിറ്റപ്പോൾ നമുക്ക് 1980 രൂപ നമുക്ക്. 100ാമത്തെ നാളികേരം വിൽക്കുമ്പോഴാണ് നമുക്ക് 2000 രൂപ ആവുന്നത്. 100ാമത്തെ നാളികേരം വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 20 രൂപ കിട്ടി. അപ്പൊ ആ 100ാമത്തെ അതാണ് മാർജിനൽ റവന്യൂ. മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഡെൽറ്റ TR ബൈ ഡെൽറ്റ Q എന്നാണ്. വിസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ
മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് യൂണിറ്റ് വിറ്റഴിച്ചപ്പോൾ ഈ അഡീഷൻ ടു ടോട്ടൽ. ഓക്കെ, ഇതാണ് ആ കൺസെപ്റ്റ്. അതിൻ്റെ ഒരു റിലേഷൻഷിപ്പാണ്. ടോട്ടൽ റവന്യൂ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അത് കൂടിക്കൂടി അതിൻ്റെ ഒരു മാക്സിമം പോയിന്റ് ഒരു 24 5 രൂപയായപ്പോൾ 24 എന്ന ലെവലിലേക്ക്, അല്ലെങ്കിൽ അല്ല 5 യൂണിറ്റ് വിറ്റഴിച്ചപ്പോൾ 24, 4 യൂണിറ്റ് വിറ്റഴിച്ചപ്പോൾ 24. അപ്പോൾ ടോട്ടൽ റവന്യൂ കൂടി മാക്സിമം എത്തും. അതിനുശേഷം എന്തായിരിക്കും അത് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. ടോട്ടൽ റവന്യൂ കർവ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇനി അതനുസരിച്ച് മാർജിനൽ ആവറേജ് റവന്യൂ എന്താ? ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യാൻ. ആ ടേബിൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. പക്ഷേ fall in marginal revenue is greater than fall in average revenue. ആവറേജ് റവന്യൂവിൽ ഉണ്ടാകുന്ന കുറവിനേക്കാളും കൂടിയ നിരക്കിലായിരിക്കും മാർജിനൽ റവന്യൂ കുറയുന്നത്. When the marginal revenue is zero, total revenue reaches its maximum point. കണ്ടോ, മാർജിനൽ റവന്യൂ 0 ആയപ്പോൾ ടോട്ടൽ റവന്യൂ അതിന്റെ മാക്സിമം പോയിന്റിൽ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കാണാൻ പറ്റും. As long as the total revenue is increasing, marginal revenue will be positive. When total revenue start declining, marginal revenue becomes negative. ഇനി ആവറേജ് റവന്യൂ കർവ് എന്താണ്? എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അത് ഒരിക്കലും ഇങ്ങനെ ടച്ച് ചെയ്യില്ല. ആക്സിൽ ടച്ച് നെവർ ബിക്കംസ് സീറോ. അതായത് ഒരിക്കലും സീറോ നെഗറ്റീവ് ആവറേജ്. ഇപ്പോൾ വരച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു. നോർമലി ഇങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ പോകും. ഓക്കെ, ആവറേജ് റവന്യൂ. So this is a common relationship. Then ഇനി നമുക്ക് അതിൻ്റെ അകത്ത് റവന്യൂ ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന കോൺസെപ്റ്റ് ആണ്. റവന്യൂ ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പം if price elasticity is equal to unity, a fall in price by 1% will cause quantity demand of to rise by 1% and leaving total revenue unchanged. നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു യൂണിറ്റി ആണെങ്കിൽ പ്രൈസിൽ കുറഞ്ഞാലും അല്ലെ പ്രൈസ് കൂടിയാലും നമ്മുടെ ടോട്ടൽ റവന്യൂ സെയിം ആയിട്ട്. ഓക്കെ, ഇനി ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ fall in price leads to an increase in total revenue. എന്താ പറയാം? ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു യൂണിറ്റി ആണെങ്കിൽ പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും റവന്യൂ സെയിം ആയിരിക്കും. ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ആണെങ്കിൽ fall in price leads to an increase in total revenue and an increase in price leads to a fall in total revenue, decrease in total revenue. ഓക്കെ, അങ്ങനെ ഒരു റിലേഷൻ. If it is less than 1 ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ fall in price leads to a decrease in total revenue, an increase in price leads to an increase in total revenue. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതിന്. ഓക്കെ, ഇനി അതൊരു അത്രയാ ഒരു റിലേഷൻഷിപ്പാണ് അതിനകത്ത് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ യൂസ് അല്ലെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ദി ആപ്ലിക്കേഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഒന്നാമത്തെ പ്രൈസ് ഫിക്സേഷൻ ആയിട്ട്. പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്നത് പ്രൈസ് തീരുമാനിക്കുന്നു, ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് തീരുമാനിക്കും. അപ്പം നമുക്ക് മൊണോപ്പൊളി പ്രൈസ്. ഈ മൊണോപ്പൊളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുത്തകൾ, ഒരു പ്രൊഡ്യൂസർ മാത്രമേ. അപ്പൊ അയാൾക്ക് അത് പ്രൈസ് തീരുമാനിക്കുക, എത്ര മാത്രം അയാളുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കും. അപ്പൊ ആ പ്രോഡക്റ്റിന്റെ വില എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഇലാസ്റ്റിസിറ്റി ബേസ്ഡ്. if his product is having inelastic demand, ഇലാസ്റ്റിക് ആണെങ്കിൽ എന്താണ്? അയാൾക്ക് എത്ര വേണേലും പ്രൈസ് കൂട്ടി വയ്ക്കാം, ആൾക്കാരത് വാങ്ങാനുണ്ടാവും. ഒരു റെയർ മെഡിസിൻ, ഇപ്പൊ നമ്മളൊരു കൊറോണ കാലഘട്ടം, ഗവൺമെന്റ് യു അസ്യൂം ദാറ്റ് there is no government restrictions. ഓക്കെ, നിയന്ത്രണം വന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും? അതിന്റെ വാക്സിൻസ് എന്തായിരിക്കും? അപ്പൊ അത് വാക്സിൻ ആൾക്കാർ എന്ത് വില കൊടുത്തും മേടിക്കാൻ തയ്യാറാണ്. ഇതിന്റെ പ്രൈസ് അത് ഇൻഇലാസ്റ്റിക് ആണ്, ഒരു പരിധി വരെ ഇൻഇലാസ്റ്റിക് ആണ്. എത്ര വിലയാണെങ്കിലും ആൾക്കാർ വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പ്രൈസ് ഫിക്സേഷന് ഇലാസ്റ്റിസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അതിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നു.
ഇഷ്ടം പോലെ അതിൻ്റെ റിലേറ്റഡ് പ്രോഡക്റ്റുകൾ വരുന്നു. അപ്പോൾ ആ കേസിൽ അത് എന്തായിരിക്കും? ഇലാസ്റ്റിക് ആണ്. പ്രൈസ് ഓഫ് ജോയിന്റ് പ്രോഡക്ട്സ്. ഒരു പ്രോഡക്റ്റിന്റെ ഈ ജോയിന്റ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്, ഒന്നോട് ഒന്നിച്ച് യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളുടെ പ്രൈസ് തീരുമാനിക്കുന്നത് ഇലാസ്റ്റിസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നു. അതേപോലെ പബ്ലിക് യൂട്ടിലിറ്റീസ്, പ്രൈസ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്. പബ്ലിക് യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്, അതിന്റെ പ്രൈസ് തീരുമാനിക്കും. ഒരു പബ്ലിക് പാർക്കിൽ എത്രയാണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു മറ്റു എന്തെങ്കിലും ഒരു സംഭവം ഗവൺമെന്റ് സർവീസ് കിട്ടുന്നതിന് എന്തായിരിക്കും അതിൻ്റെ, അതെല്ലാം നമ്മൾ ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി വെച്ചാണ് അതിൻ്റെ ഒരു പ്രൈസ്. ദെൻ ഫോർമുലേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ്, ഫിക്സേഷൻ ഓഫ് ടാക്സ്. ടാക്സ് ഫിക്സ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു മേഖലയാണ് ഫിക്സേഷൻ ഓഫ് ടാക്സ്, ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ്. ഒരു ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് എത്ര വേണമെങ്കിലും ഇവർക്ക് പ്രൈസ് ടാക്സ് ഇമ്പോസ് ചെയ്യും. ഓക്കെ, ഉദാഹരണത്തിന് നമ്മുടെ പെട്രോളിയം പ്രോഡക്ട്സ് അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് കുറയ്ക്കാൻ പറ്റില്ല. ഇൻഇലാസ്റ്റിക് ആണ്. പ്രൈസ് എത്ര കൂടിയാലും അതിന്റെ ഉപയോഗം നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കാൻ പറ്റില്ല. ചെറിയൊരു പെർസെൻറ്റേജ് ഒക്കെ കുറയാം, എന്നാലും പ്രൈസിലുണ്ടാകുന്ന വർധനയെ കഴിഞ്ഞ് കുറഞ്ഞ പെർസെൻറ്റേജിലായിരിക്കും ഡിമാൻഡ് കുറയും. അപ്പൊ അങ്ങനെയുള്ള കേസിലൊക്കെ അവർക്ക് കൂടിയ ടാക്സ് ഇമ്പോസ് ചെയ്യും. ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ട് ലിക്കർ, ടൊബാക്കോ പ്രോഡക്ട്സ്, ഇതിന്റെയൊക്കെ ടാക്സ് ഇതിനൊരു എക്സാമ്പിൾ. ഇനി ഇലാസ്റ്റിക് ആണെങ്കിൽ എന്തായിരിക്കും? പ്രൈസ് ഏറ്റവും മിനിമത്തിലായിരിക്കും. ഇനി പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ട് നിയന്ത്രിക്കുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമ്മൾ പഠിക്കും. അതാണ് പ്രൊട്ടക്ഷൻ. ഇലാസ്റ്റിക് ആണെങ്കിൽ ടാക്സ് കുറവായിരിക്കും, ഇലാസ്റ്റിക് ആണെങ്കിൽ പ്രൊട്ടക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും ഇലാസ്റ്റിക്. അതേപോലെ അഗ്രികൾച്ചർ പ്രൈസ് പോളിസീസ് ഒക്കെ ഫോം ചെയ്യുന്നതിന് പറയുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റ് ഉപയോഗിച്ചു. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് വേജ്. ലേബർ സപ്ലൈ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ലേബറിന്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്. എന്തായാലും വേജ്, ഈ പറയുന്ന വേജ് എത്ര കൂട്ടി വയ്ക്കാൻ, അല്ലെങ്കിൽ ലേബറിന്റെ വേജ് കൂടിയ വേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരുത്തില്ല. ഇനി ലേബറിന്റെ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ എന്താണ്? ഇലാസ്റ്റിക് ആണ്. എത്ര പ്രൈസ് ആണെങ്കിലും ഒരു നിശ്ചിത ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യും, അത് കൂടിയാലും കുറഞ്ഞാലും. അപ്പൊ അത് അതിന്റെ പ്രൈസ് കൂടിയ പ്രൈസിലൊക്കെ അത് ലേബർ ചെയ്യാം. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ടാക്സ് പലതരത്തിലുള്ള ടാക്സ്, ഇൻകം ടാക്സ് ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിലുണ്ടാകുന്ന ടാക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യം ടാക്സ് പേ ചെയ്യുന്ന ആരാണ്? ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കച്ചവടക്കാരനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും, അതിന്റെ ബേർഡൻ. അവസാനം അതിന്റെ ബേർഡൻ വഹിക്കുന്നവരാണ് നമ്മൾ, കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഫൈനൽ ബേർഡൻ ആരിലാണ്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്, അതിന്റെ ടാക്സ് ഫുൾ ആയിട്ട് ആ പ്രോഡക്റ്റിലേക്ക്, അതിന്റെ പ്രൈസിലേക്ക് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിക് ആണെങ്കിൽ അതിന്റെ കൺസംഷൻ. ഇനി ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ടാക്സ് ബേർഡൻ ക്യാൻ ബി ഫുള്ളി ട്രാൻസ്ഫേർഡ് ടു കൺസ്യൂമേഴ്സ്. ഇലാസ്റ്റിക് ആണെങ്കിൽ അതിന്റെ ഇറ്റ് വിൽ ബി പാർഷ്യലി ഷെയർഡ് ബൈ ദ പ്രൊഡ്യൂസർ ഓർ ദ സെല്ലർ. ദെൻ എക്സ്പോർട്ട് ഏണിങ്സ്, അത് തീരുമാനിക്കുന്നു. എക്സ്പോർട്ട് നമ്മൾ തീരുമാനിക്കുന്നത്, എക്സ്പോർട്ട് ഏണിങ്സ് എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. It is better to have more export earnings than import expenditure. ഇമ്പോർട്ടിനെ കഴിഞ്ഞും കൂടുതലായിട്ട് എക്സ്പോർട്ട് ഉണ്ടാവുകയാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഈ എക്സ്പോർട്ട് കൂട്ടാൻ ഒരു വഴിയുണ്ട്, ഡീവാലുവേഷൻ റിവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റ്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുള്ളത് നിങ്ങൾ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫിഫ്ത്ത് സെമ്മർ കിട്ടുന്നുള്ളത്. അതേപോലെ കറക്ഷൻ ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, അതിനും ഈ പറയുന്ന ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റുകൾ. ടാരിഫ് പോളിസി. ടാരിഫ് ഈസ് എ പാർട്ട് ഓഫ് പ്രൊട്ടക്ഷൻ മെഷർ. നമ്മൾ പ്രൊട്ടക്ഷൻ പറഞ്ഞില്ല, ഗവൺമെന്റ് പോളിസി. ടാരിഫ് എന്ന് പറഞ്ഞാൽ ഈ ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നികുതികളാണ്. അപ്പൊ അത് തീരുമാനിക്കുന്നതിന് പറയുന്ന ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് സംതിങ് അബൌട്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പലതരത്തിലുണ്ട്. പ്രൈസ് ഉണ്ട്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, മാർക്ക് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഇത്രയും ഇലാസ്റ്റിസിറ്റി കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പല പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് 5 ഡിഗ്രീസ് ഉണ്ട്. പിന്നെ ടോട്ടൽ റവന്യൂ ഇലാസ്റ്റിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിനാണ്.
യൂസ് ഓഫ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യും.